അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. 4 മുട്ട ബൗളിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൽ നിന്നും നമുക്ക് ഈ മഞ്ഞ എടുത്തു മാറ്റാം. കൈ കൊണ്ട് തന്നെ ഓരോന്നും എടുത്തു മാറ്റാം. വെള്ളയാണ് നമുക്കിപ്പോൾ വേണ്ടത്. മെല്ലെ അതുപോലെ മഞ്ഞ എടുത്തു മാറ്റാം. 4 മുട്ടയുടെയും മഞ്ഞതാ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടയുടെ വെള്ള ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളം തിളച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 സ്ലൈസ് മാഗി നൂഡിൽസ് ആണ്. തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മുറിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ മുഴുവനെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. 3-4 മിനിറ്റ് ഇത് കുക്കാവണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ മാഗി നൂഡിൽസ് തിളച്ച വെള്ളത്തിലിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പം ഇത് വെള്ളത്തിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റി ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അതിൻ്റെ വെള്ളമൊക്കെ മാറി കിട്ടുന്നതിന് ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ മാഗി നൂഡിൽസ് വേവിച്ച് വെച്ചത് അരിപ്പയിലിട്ട് വെച്ച് അതിന്റെ വെള്ളം മുഴുവനും മാറിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വെക്കുക. ചൂട് മാറിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമില്ല. വലിയ ചൂടാവാൻ പാടില്ല. ഇനി ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഓരോ ക്യാപ്സിക്കത്തിൻ്റെയും 1/4 ഭാഗം വെച്ച് എടുത്താൽ മതിയാവും. നിങ്ങളുടെ കയ്യിൽ പച്ച ക്യാപ്സിക്കം മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്യാപ്സിക്കം എടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പം 3 കളറുള്ള ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഒരു 1/4 ഭാഗം വെച്ചിട്ട് ക്യാപ്സിക്കത്തിൻ്റെ ഓരോ കളറും എടുത്തിട്ടുള്ളൂ. എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല ഈ പച്ചമുളകിന്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് തയ്യാറാക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. ഇടയ്ക്ക് ആ പച്ചമുളക് കടിക്കാൻ കിട്ടുമ്പോൾ കുട്ടികൾക്ക് എരിവുണ്ടാവും. അപ്പം അതുകൊണ്ട് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, എരിവ് കഴിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് മാറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. കശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളകിന്റെ ഫ്ലേവറും ടേസ്റ്റും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി മാത്രമാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 നമ്മുടെ മാഗി നൂഡിൽസിന്റെ ഉള്ളിലുള്ള ചെറിയ പാക്കറ്റ് മസാലയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പാക്കറ്റും അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മസാല ഒഴിവാക്കിയിട്ടും ചെയ്യാം. ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മസാല പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മസാല പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഇതുവരെയ്ക്കും നമ്മൾ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത്രേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ. തക്കാളിയും ക്യാപ്സിക്കവും സവാളയും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില ഒന്നും ചേർക്കുന്നില്ല. ഇതുവരെയ്ക്കും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. മാഗിയുടെ ആ ഉള്ളിലുള്ള മസാല പൗഡറിന് ഉപ്പ് രസമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ തന്നെ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ വറുത്ത പച്ചരിപ്പൊടി, ഇടിയപ്പത്തിനും പത്രിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത പച്ചരിപ്പൊടി ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ക്യാബേജ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ്
ഗ്രേറ്റ് ചെയ്ത് എല്ലാം കുറച്ച് കുറച്ച് വീതം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് മുട്ടയായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ടും മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് പറ്റുന്നില്ല, നല്ലൊരു പിടുത്തം കിട്ടും, നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലോറോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ കുറച്ച് നൂഡിൽസ് ഇതുപോലെ കയ്യിലെടുക്കുക. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓരോ പോർഷനായിട്ട് എടുത്ത് വെച്ചിട്ടില്ലേ നൂഡിൽസ്, അതിങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചില്ലേ, ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 മുട്ടയുടെ മഞ്ഞയും ഇതിലേക്ക് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ 4 മുട്ടയുടെയും മഞ്ഞ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ഞയുടെ മുകളിലായിട്ട് 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ മഞ്ഞയുടെ ഭാഗത്ത് മാത്രം ഇതിട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടാം. വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക, എന്നിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കുക. ചൂട് മാറിക്കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്, ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ ഒന്നാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് കാണുമ്പോൾ കുട്ടികൾ അറിയാതെ കഴിച്ചു പോകും. മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരെണ്ണം മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്